അപ്പൊ ഈ രണ്ട് പാട്ടുകളും പൂതനും മതിയല്ലോ. പിന്നെ ഞാൻ ഫോക്ക് കാര്യങ്ങൾക്ക് മാത്രമായി പോയി. പിന്നെ അതിനുശേഷം എനിക്ക് ശരിക്കും അതിൽ നിന്ന് ഗ്രിഡ് മാറ്റി തന്ന സിനിമ അഞ്ചകളവക്കാൻ കൂടിയാണ്. പക്ഷെ അഞ്ചകളവക്കാനിലും ഫോക്കിലാണ് അറിയപ്പെട്ടത്. പൊറോട്ടന്റെ ഫോക്കുണ്ട്, പൊറാട്ട കൊണ്ട് തുമ്പിയുണ്ട്. തുമ്പിയുണ്ട്. ഈ കുടുക്കില് തകതൈത ഉപയോഗിച്ചൊരു വിധം എന്ന് പറഞ്ഞാൽ ഫൈറ്റ് സീക്വൻസിന്റെ ഇടയിലാണ്. അപ്പൊ അതിന് നമ്മൾ നേരത്തെ ഈ പൂതന്റെ എനർജി അല്ല, വേറെ തന്നെ ഒരു എനർജിയാ. അതെങ്ങനെ അതിന്റെ ഒന്ന് പാടി. നന്ദകുമാർ കഴിയുമ്പോഴെന്നുണ്ട്, പുള്ളിയാണത് ലിറിക്ക് എഴുതിയിട്ടുള്ളത്. അപ്പൊ നന്ദേട്ടൻ വരി എഴുതി തന്നിട്ട് ഞാൻ അതിനൊരു വരികളാണ് ഞാൻ ജസ്റ്റ് ഒരു ട്യൂൺ കൊടുത്തിട്ടുണ്ടായിരുന്നു. നന്ദേട്ടൻ അത് കൃത്യമായിട്ട് തന്നെയാണ് അത് എഴുതി തന്നത്. പിന്നെയും ഞാൻ അതിൽ റീവർക്ക് ചെയ്ത് കുറച്ചും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിലത് പാടി തരാം. ആരാന്റെ കണ്ടത്തില് ആരാണ്ടാ കൊത്തണത്, ആരാന്റെ തെങ്ങും മേല് ആരാണ്ടാ ചെത്തണത്, നല്ല ചെങ്കാവിലെ കോരന്റെ കുട്ടിയാണേ, ഞാനാണ്ട പാടത്തെ കരുമാടി മുത്താണേ, കളിക്കും കോരനും കടിഞ്ഞൂല് ഞാനാണ്ട, കാത്തൂനും ചിരുതയ്ക്കും ഞാനാണ്ട, നടകാളെ നേരം പോയി മുമ്പേലും വേനുണ്ട്, മാളോരെ കൂട്ടിട്ട് കൊയ്യാനും വേനുണ്ട്, തെയ്തക 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 തെയ്ത തെയ്തക 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 തെയ്ത, ഞാറ് മുങ്ങണ് വരമ്പ് മൂടണ് നേരം മങ്ങണ് കണ്ട, കോള് മുങ്ങണ് ഓള് മുങ്ങണ് ഓപ്പമുണ്ടണ് കണ്ട, താത്തി കൊയ്യണ് താളത്തി കൊയ്യണ് നീട്ടി കൊയ്യണ് കണ്ട, വട്ടി നിറയ്ക്കണ് കൊട്ട നിറയ്ക്കണ് നാഴി നിറയ്ക്കണ് കണ്ട, തെയ്തക 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 തെയ്ത. തുമ്പി എന്നുള്ള ട്രാക്കാണല്ലോ അതിൽ ഉപയോഗിക്കുന്നത്. അപ്പൊ മുമ്പ് ഒരു അഭിമുഖത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട്, ഇത് റാൻഡം ആയിട്ട് ഇത് റെക്കോർഡ് ചെയ്യായിരുന്നു. ഇങ്ങനെ ഒരു ഇവന്റ് നടക്കുമ്പോൾ ഇത് റാൻഡായിട്ട് റെക്കോർഡ് ചെയ്യായിരുന്നു, പിന്നെ ഇത് ഇവിടേക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ്. അപ്പൊ ഗില്ലാപ്പികൾ അവിടെ അടിച്ചു തകർത്തോണ്ടിരിക്കുന്ന സമയത്ത് ഈ ഹാമറൊക്കെ എടുക്കാൻ പോകുന്നതിന്റെ ഒരു ചെറിയ ഇടവേളയുണ്ട്. അവിടെ ആ പാട്ടിങ്ങനെ കുറഞ്ഞു 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 കുറഞ്ഞ ഒറ്റ ഡിപ്പാവും. അത് എന്തൊക്കെ മരണം എടുത്ത് തിരിച്ച് കള്ള് ഷോപ്പിലേക്ക് കയറുമ്പോഴാണ് പിന്നെ അതുപോലെ ഇങ്ങനെ കയറുക. അത് ശരിക്കും നമ്മുടെ ഇക്വലൈസർ ഇങ്ങനെ തിരിക്കുമല്ലോ, നമ്മുടെ ആ നോബ് തിരിക്കില്ല, അതുപോലെയാണ് അതിന്റെ മ്യൂസിക് പോവുക ഫുൾ ഫൈറ്റ് സീനിൽ. അതിന് കറക്റ്റ് ഒരു സൗണ്ട് സ്ക്രിപ്റ്റിംഗ് തന്നെ ഉണ്ടായിരുന്നു ആ ഫൈറ്റ് സീക്വൻസിന്. തീർച്ചയായും ഉല്ലാസിന് വളരെ വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നു അത്. കാരണം നമ്മൾ ആ പാട്ട് ഷൂട്ടിന് മുമ്പ് തന്നെ ഈ പാട്ടിന്റെ ഒരു ഗ്രാജുവലി ഉള്ള ഒരു ഇതുണ്ടല്ലോ, ഒരു ഇൻക്രീസിങ് ലെവല്, അത് മുന്നേ തന്നെ നമ്മൾ പ്ലാൻഡ് ആണ്. അപ്പോൾ ഉല്ലാസ് ഈ ഫൈറ്റ് എനിക്ക് തോന്നണില്ല ഒരു ഫൈറ്റ് സീൻ ഷൂട്ട് ചെയ്യുമ്പോൾ പാട്ട് വെച്ച് ഫൈറ്റ് സീൻ ഷൂട്ട് ചെയ്യുന്നത് ഭയങ്കര ഒരു, ഞാൻ അവിടെ പോയിട്ട് ഇത് വണ്ടിപ്പെരിയാറാണ് ഷൂട്ട് കാണുന്നത്. അപ്പോൾ ഈ സെറ്റിലേക്ക് എന്നെ വിളിച്ചിട്ട് ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഈ പാട്ട് കേട്ടോണ്ടിരിക്കുന്നുണ്ട്, ഫൈറ്റാണെന്ന് ഷൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഫൈറ്റ് സീൻ ഷൂട്ട് ചെയ്യുമ്പോൾ പാട്ട് വെച്ചിട്ട്, അപ്പോൾ ഇത് തന്നെയാണ് ആ പാട്ടിൽ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് യൂസ് ചെയ്യണമെന്നുള്ളത് ഉല്ലാസ് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടാണ് അത് അങ്ങനെ വെച്ചിട്ട്. ഞാൻ അങ്ങനെ ഒരു സ്റ്റണ്ട് സീൻ എടുക്കുമ്പോൾ പാട്ട് വെക്കുന്ന സീൻ അല്ല ഞാൻ അടുത്ത് കണ്ടിട്ടില്ല ഒറ്റ ഇതില്. അപ്പോൾ ഉല്ലാസിന് വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ ഇടയിൽ ഇപ്പൊ ഈ പറഞ്ഞ ഡ്രോപ്പ് ആൻഡ് ഡൗൺ, അത് ഈ അപ്പ് ആൻഡ് ഡൗൺ പരിപാടികളൊക്കെ നമ്മുടെ എഡിറ്റർ രോഹിത്തിൻ്റെയും കൂടെ കരവിരുതുകളുണ്ട്. ഞാനൊരു ഏകദേശം ഒരു രീതിയിലുള്ള കുറച്ച് സ്റ്റോപ്പുകളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്താലും രോഹിത്തിന്റെ വക ഒരു എഡിറ്റ് ചെയ്തിട്ട് എനിക്കൊരു വീഡിയോ അയച്ചു തരും. ഞാൻ അതിൽ പിന്നെയും മ്യൂസിക്കിൽ വർക്ക് ചെയ്യുക. അങ്ങനെ എനിക്ക് തോന്നുന്ന ഒരു ഗിവ് ആൻഡ് ടേക്ക് പരിപാടി ഒരു 3 പ്രാവശ്യം നടന്നിട്ടാണ് നമ്മൾ കാണുന്ന ഔട്ടിലേക്ക് എത്തണത്. അതിൽ തന്നെ ഞാനൊരു കാര്യം ചോദിച്ചിട്ട്, ഇപ്പൊ തുമ്പി സോങ്ങില് അവർ ഫൈറ്റ് ചെയ്യുന്നതിന്റെ ഇടയിൽ ഒരു ഗില്ലാപ്പി മൂൺ വാക്ക് ചെയ്യുന്നുണ്ട് ഫൈറ്റിന്റെ ഇടയിൽ. അപ്പോ ആ പാട്ടിന് ശരിക്കും മൈക്കിൾ ജാക്സന്റെ ഒക്കെ ഒരു ട്രാക്കിന്റെ ഒരു സാമ്യമുണ്ട്. ആദ്യമായിട്ടാണ് ഒരു നാടൻ പാട്ടിന്റെ അകത്ത് ഒരാൾ മൂൺ വാക്ക് ചെയ്യുന്നത്. പക്ഷെ അതിന്റെ ബീറ്റിന് എവിടെയോ ഈ പറഞ്ഞ പോലെ എംജിയുടെ ട്രാക്കുകളായിട്ടൊരു സാമ്യമുണ്ട്. അപ്പൊ ഈ വിഷ്വലിന് എങ്ങനെയാ അത് വെച്ച് സിങ്ക് ചെയ്തിരുന്നത്? അത് തന്നെയാണ് ഇപ്പൊ രോഹിത് VS. പിന്നെ ഇതെന്തായാലും ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഇതിലൊരു 3 പേരുടെ വ്യക്തമായ കൈകടത്തലുകളാണ്. ഉല്ലാസ് ചെമ്പൻ ടോപ്പ്, അതായത് ഇതിന്റെ ഡയറക്ടർ, രോഹിത് VS നമ്മുടെ എഡിറ്റർ, പിന്നെ ഞങ്ങൾ 3 പേരും തമ്മിലുള്ള ഒരു തുമ്പി സോങ് എങ്ങനെ വേണമെന്നുള്ളത് വ്യക്തമായിട്ട് തന്നെ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ ഇതില് കൃത്യമായിട്ട് അറിയാം. അപ്പൊ ഇവരെ കൊണ്ട് ഇപ്പൊ പ്രവീൺ, ഇപ്പൊ അതിലെ പറഞ്ഞ എംജിയുടെ പ്രതിനിധി, അപ്പൊ ആ പുള്ളിയുടെ ആ ഇത് മൂവ്മെന്റ്സും ആ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് എഡിറ്റ് ചെയ്തിട്ട് നമ്മുടെ രോഹിത് അത് ചെയ്യുമ്പോൾ കറക്റ്റ് എനിക്ക് ആ ഗ്യാപ്പുകൾ, ഞാനൊരു റഫ് ട്രാക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ തുമ്പി ഫോക്ക് മാത്രമായി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാവർക്കും ഇപ്പോഴത്തെ ജനറേഷനും കൂടി നമുക്കൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് ട്രാൻസ് എലമെന്റ്സ് ഒക്കെ അതിൽ ആഡ് ചെയ്ത ഇലക്ട്രോ പരിപാടികളൊക്കെ. എന്നാൽ ഓവറായിട്ട് ഇലക്ട്രോ അങ്ങനെ ഞാൻ അത് മാക്സിമം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ
ഒരു ഒരു പൊസിഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒറ്റയടിക്ക് ഇലക്ട്രോ ട്രാൻസിലോട്ട് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് പിന്നെ നമുക്ക് തിരിച്ചു വരാൻ പറ്റില്ല. അപ്പൊ ഈ ഫൈറ്റിന്റെ ഇടയിൽ ഉല്ലാസിന്റെ ഒരു അഭിപ്രായത്തിൽ ഇതിൽ എൻഡിൽ അവസാനിക്കുമ്പോൾ പിന്നെയും തുമ്പിയിലോട്ട് വരണം എന്നുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഓവറായിട്ട് ഇലക്ട്രോണിക് മ്യൂസിക്കിലേക്ക് പോയി കഴിഞ്ഞാൽ പ്രശ്നമാവും. അപ്പൊ ഞാൻ ഇത് രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ടാണ് കൊണ്ടുപോയിരുന്നത്. അപ്പൊ അതിൽ ഇടയിൽ വരുന്ന ഭാഗങ്ങളിലേക്ക് ആ സീനുകളെ വെച്ച് അടിപൊളിയായിട്ട് എഡിറ്റ് ചെയ്തുണ്ടാക്കിയതാണ് നമ്മുടെ രോഹിത് VSന്റെ കരവിരുതുകൾ. എഡിറ്റർ പ്ലസ് ഡയറക്ടർ പ്ലസ് മ്യൂസിക് ഡയറക്ടർ, അതൊരു സിങ്കാണ്. ഈ കട്ടക്കലിപ്പ് എന്നുള്ള പാട്ട് ഹിറ്റായിട്ട് ഇങ്ങനെ പല ചാനലുകളും ഇങ്ങനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് മണികണ്ഠൻ്റെ വീട്ടിലേക്ക് വന്നിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പോൾ വീടിൻ്റെ ഇങ്ങനെ ഉമ്മറപ്പടിയിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു ആ സമയത്ത് ഇങ്ങനെ കുറച്ച് ഇമോഷണൽ ആയിട്ട് പറയുന്നുണ്ട്. 10 വർഷം ഞാൻ ട്രാക്ക് പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇമോഷണൽ വെച്ചാൽ കരഞ്ഞു എന്നല്ല ഞാൻ പറയുന്നത്, ശബ്ദത്തിൽ 10 വർഷമായിട്ട് ഞാൻ ട്രാക്ക് പാടിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ മറ്റു ജോലികൾ ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കുമ്പോഴാണ് എനിക്ക് പാട്ട് കിട്ടുന്നത് എന്നുള്ളത്. ഞാൻ ആദ്യമായിട്ട് മണികണ്ഠൻ എന്നുള്ള ആളെ പറ്റി പറയുന്നത് ഞാൻ കേൾക്കുന്നത് മോഹൻ സിത്താരയാണ്. യോഗപുരുഷനിൽ ഒരു പാട്ട് പാടിയിട്ടുണ്ട്, എൻ്റെ അസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരാളാണ്. ദാഹിക്കുന്നു ഭഗിനി പാടിയിട്ടുള്ളത് എൻ്റെ അസിസ്റ്റന്റ് ആണെന്ന് അദ്ദേഹം പറയുമ്പോൾ പേരെടുത്ത് പറയുന്നുണ്ട്. അതും കഴിഞ്ഞ് എത്രയോ കഴിഞ്ഞിട്ടാണ് കട്ടക്കലിപ്പൊക്കെ സംഭവിക്കുന്നത്. അപ്പൊ ഈ 10 വർഷം അതിനെങ്ങനെയാ നമുക്കിങ്ങനെ നമ്മൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, നമ്മൾ കോറസ് പാടുന്നുണ്ട്, നമ്മൾ പഠിക്കുന്നുണ്ട്, അതിൻ്റെ കൂടെ ശ്രമിക്കുന്നുണ്ട്, എവിടെ എത്താത്ത ഒരു സമയമുണ്ട്. മലയാള സിനിമ മൊത്തത്തിൽ കുറെ പുതിയ മ്യൂസീഷ്യൻസിനെ ട്രൈ ചെയ്യുന്ന സമയം കൂടിയാ. അപ്പൊ ആ 10 വർഷം ഈ എന്താ മുമ്പിൽ എന്നറിയാത്തൊരു കാലഘട്ടം ഉണ്ടല്ലോ, അതെങ്ങനെ കടന്നു പോയത്? അത് ഭയങ്കരമാണ്. കാരണം ഞാൻ എന്തിലായിരിക്കും എനിക്ക് ശോഭനമായൊരു ഭാവി എന്നറിയാത്തൊരു ഇതിലാണ് ഞാൻ വിചാരിച്ചിരുന്നത്. എനിക്ക് സിംഗർ എന്നൊരു രീതിയിൽ പറ്റും. കാരണം വെച്ചാൽ സാറ് ആ സമയത്ത് സാറിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഞാൻ പഠിച്ചിരുന്നത്, മോൻസിത്താര സാറിന്റെ സ്വരഭാരത് എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. അതിന്റെ സ്റ്റാർട്ടിങ് തൊട്ടേ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് കോറസ് പാടാനൊക്കെ ആയിട്ട് സാറ് വിളിച്ച് അങ്ങനെയാണ് നമ്മൾ സാറിന്റെ അടുത്തേക്ക് വരുന്നത്, സാറിന് പാട്ട് കേൾപ്പിക്കുന്നത്. സാർ ഇടയ്ക്ക് ട്രാക്ക് പാടാനും സാറിന്റെ വർക്കുകളിൽ കോറസൊക്കെ ആയിട്ട് ഉൾപ്പെടുത്തി തുടങ്ങിയത്. പിന്നെ ഈ സൗണ്ട് എഞ്ചിനീയറിങ് കാര്യങ്ങളിൽ കുറച്ച് അറിവുള്ളത് കൊണ്ട് സാറിനെ സഹായിക്കാനൊക്കെ ആയിട്ട് ഇടയ്ക്ക് നിർത്തി. അങ്ങനെയാണ് ഞാൻ സാറിൻ്റെ കൂടെ പോയത്. പിന്നെ ഈ ഷോസൊക്കെ വരുമ്പോൾ ഒരു 10-20 സോങ് ഒക്കെ ഉണ്ടെങ്കിൽ 2 സോങ് എനിക്കും പാടാൻ തരും. അപ്പോൾ സാറങ്ങനെ ഒപ്പം നിർത്തിയിട്ടുണ്ട്. അതൊരു വലിയൊരു കാര്യമാണ്. കാരണം വലിയൊരു മ്യൂസീഷ്യൻ്റെ അടുത്ത് നിന്ന് നമുക്ക് കുറച്ച് ആളുകളെ പരിചയപ്പെടാൻ പറ്റും. ഇപ്പോൾ റഫീഖ് സാറൊക്കെ ആയാലും ഞാൻ റഫീഖ് സാറിനൊക്കെ കാണുന്നത് മോഹൻ സാർ കൂടെ പോയിട്ടാണ്. കൂടെ കമ്പോസിങ്ങിനൊക്കെ പോകുമ്പോഴാണ് റഫീഖ് അഹമ്മദ് വയലാർ, ശരത്ചന്ദ്ര വർമ്മ സാർ. അപ്പോൾ ശരത്തേട്ടനൊക്കെ അപ്പോൾ കാണുന്നത് മോഹൻ സിത്താര സാറിന്റെ കൂടെയാണ്. അപ്പോൾ അവർക്കും എന്നോടുള്ള ഒരു അത് ഉണ്ട്, അത് സാറിനോടുള്ള ബഹുമാനമാണ് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ അതൊക്കെ എനിക്ക് വളരെയധികം ഗുണം ചെയ്തിട്ടുണ്ട്. അവരൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ എനിക്ക് കുറച്ചും കൂടി ഒരു എളുപ്പമുണ്ടായിരുന്നു. ആദ്യത്തെ സിനിമയില് റഫീഖ് അഹമ്മദ് ആയിട്ടാണ് നമ്മൾ ഈ വളാരോ പാട്ടൊക്കെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ എനിക്ക് കുറച്ചും കൂടി ഈസി ആയത് മോഹൻ സിത്താര സാറിന്റെ കൂടെ നിന്നിട്ടുള്ള ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന കാര്യം, ആ ഒരു സിംഗർ എന്നുള്ളൊരു നിലയ്ക്കായിരുന്നു സാറിൻ്റെ കൂടെ നിന്നിരുന്നത്. ഒരിക്കലും ഞാൻ ഒരു മ്യൂസിക് ഡയറക്ടർ എന്ന് പറഞ്ഞൊരു പൊസിഷനും അതിലേക്കൊന്നും ചിന്തിച്ചിട്ടില്ല. കാരണം ആ സമയത്ത് നമുക്ക് അതിനുള്ള നോളജ് ഇല്ല എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ നമ്മൾ പാടാൻ ശ്രമിക്കുക, പറഞ്ഞു തരുന്നത് പാടാൻ ശ്രമിക്കുക എന്നുള്ളൊരു കാര്യമാണ് നോക്കിയിരുന്നത്. അപ്പോൾ അങ്ങനെ പോയി ഇഷ്ടംപോലെ ഇപ്പം ഈ പറഞ്ഞ പോലെ റിയാലിറ്റി ഷോസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ വിൻ ചെയ്തവർ പാടുന്നുണ്ട്. പിന്നെ നല്ല രീതിയിലുള്ള സിംഗേഴ്സ്, വിധിച്ചേട്ടനൊക്കെ ആ സമയം തൊട്ടേ അടിപൊളിയായിട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും സിംഗേഴ്സിന്റെ ഇടയിൽ എങ്ങനെ ഇടിച്ചു കയറി നമുക്ക് നിൽക്കാവുന്ന രീതിയിലുള്ളൊരു ടാലന്റ് എനിക്കുണ്ടോയെന്ന് വരെ എനിക്ക് ഡൗട്ടായി. അപ്പോൾ പിന്നെ ഈ നിരാശയൊക്കെ ആയി തുടങ്ങി. പിന്നെ നമ്മൾ ഇതിൽ